പരമ്പരാഗതമായി വടക്കാഞ്ചേരിയിൽ കച്ചവടം നടത്തിവരുന്ന കുടുംബമാണ് വടക്കൻ വീട്ടിൽ മാണിയേട്ടന്റേത്. ആ കുടുംബത്തിൽ നിന്നും കണക്കുകളിലെ കളികൾ പഠിച്ച് ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ചാർട്ടേഡ് അക്കൗണ്ടന്റായി മാറിയിരിക്കുകയാണ് CA അനൂപ് ഫ്രാൻസിസ്. കുട്ടിക്കാലം മുതൽ കണ്ടുവളർന്നത് കച്ചവടമാണ്. കച്ചവട സ്ഥാപനങ്ങളിലെ പരിശോധനകളും കണ്ടാണ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആകുക എന്ന മോഹം മനസ്സിൽ കുറിച്ചിട്ടത്. അങ്ങനെ 22-ാം വയസ്സിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റായി. ഇപ്പോൾ 36 വയസ്സെത്തി നിൽക്കുമ്പോൾ ചാർട്ടേഡ് അക്കൗണ്ട് രംഗത്ത് തിളങ്ങി നിൽക്കുന്ന ഒരാളായി മാറി അനൂപ് ഫ്രാൻസിസ്. അനൂപ് ഫ്രാൻസിസിന്റെ മികച്ച പ്രവർത്തനങ്ങൾ കണക്കിലെടുത്ത് എനി ടൈം ന്യൂസും ദേശീയ മനുഷ്യാവകാശ സമിതിയും ചേർന്ന് പുരസ്കാരം നൽകി ആദരിക്കുന്നു. പരമ്പരാഗതമായി വടക്കാഞ്ചേരിയിൽ കച്ചവടം നടത്തിവരുന്ന കുടുംബമാണ് വടക്കൻ വീട്ടിൽ മാണിയേട്ടൻ്റെത്. ആ കുടുംബത്തിൽ നിന്നും കണക്കുകളിലെ കളികൾ പഠിച്ച് ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ചാർട്ടേഡ് അക്കൗണ്ടായി മാറിയിരിക്കുകയാണ് CA അനൂപ് ഫ്രാൻസിസ്. കുട്ടിക്കാലം മുതൽ കണ്ടുവളർന്നത് കച്ചവട സ്ഥാപനങ്ങളിലെ പരിശോധനകളും കണ്ടാണ് ഒരു ചാർട്ടേഡ് അക്കൗണ്ട് ആകുക എന്ന മോഹം മനസ്സിൽ കുറിച്ചിട്ടുണ്ട്. അങ്ങനെ 22-ാം വയസ്സിൽ ചാർട്ടേഡ് അക്കൗണ്ടിൽ ഇപ്പോൾ 36 വയസ്സിലെത്തി നിൽക്കുമ്പോൾ ചാർട്ടേഡ് അക്കൗണ്ട് രംഗത്ത് തിളങ്ങി നിൽക്കുന്ന ഒരാളായി മാറി അനൂപ് ഫ്രാൻസിസ്. ഒരു ചാർട്ടേഡ് അക്കൗണ്ട് ആവുക എന്നത് ചെറിയ കാര്യമല്ല. 5 കൊല്ലം പഠിച്ച് പരീക്ഷ എഴുതിയാൽ ജയിക്കുന്നത് വിരലിൽ എണ്ണാവുന്നവർ മാത്രം. ഏറെ കഠിനമാണ് പഠനകാലം. ഒരു ചാർട്ടേഡ് അക്കൗണ്ടിന്റെ ഒപ്പിന് വലിയ വിലയുണ്ട്. എന്നാൽ ഓരോ ഫയലുകളും ഒപ്പുവെക്കുമ്പോൾ ഏറെ സൂക്ഷ്മത വേണം. ഒരു CA-കാരൻ ഒരു വർഷം 60 ഫയലിൽ മാത്രമേ ഒപ്പിടാൻ കഴിയൂ. വ്യവസായികൾക്കും സർക്കാരിനുമിടയിലുള്ള മീഡിയേറ്ററാണ് ചാർട്ടേഡ് അക്കൗണ്ട്. കേരളത്തിലെ പ്രമുഖ കമ്പനികളുടെയും ബാങ്കുകളുടെയും ചാർട്ടേഡ് അക്കൗണ്ടാണ് അനൂപ് ഫ്രാൻസിസ്. ICAIA ചെയർമാനായിരിക്കെ മികച്ച ബ്രാഞ്ചിനുള്ള അവാർഡും അനൂപിന് തേടിയെത്തി. ജന്മനാടായ വടക്കാഞ്ചേരിയിലെ AVF ആൻഡ് അസോസിയേറ്റ് എന്ന അക്കൗണ്ട് സ്ഥാപനമാണ് ആദ്യം തുറന്നത്. ഇപ്പോൾ തൃശ്ശൂരിൽ ബൈജു ആൻഡ് അനൂപ് എന്ന ഒരു സ്ഥാപനം കൂടി ആരംഭിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഇടപാടുകളായതിനാൽ ഏറെ കരുതലോടെ വേണം ഓരോ ചുവടുകളും മുന്നോട്ട് വയ്ക്കാൻ. 75ഓളം ജീവനക്കാർ ഇപ്പോൾ അനൂപ് ഫ്രാൻസിസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്.